Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ, Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരം പയ്യന്നൂരിൽ പൂർണ്ണം. ഹോട്ടലും വസ്ത്രാലയങ്ങളും തുറന്നില്ല. ഗ്രാമപ്രദേശങ്ങളിൽ സമരം ഭാഗികം. പലയിടങ്ങളിലും കടകൾ തുറന്നു പ്രവർത്തിച്ചു. വയോജനങ്ങളെ ചേർത്തുപിടിച്ച് കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ ബജറ്റിൽ പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം. ഉൽപാദന മേഖലയ്ക്കും സേവന മേഖലയ്ക്കും ഊന്നൽ നൽകി 7ാം ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. RJDയെ ഇനിയും തിരിച്ചറിയാൻ കേരളത്തിലെ ഇടതുപക്ഷ നേതൃത്വം തയ്യാറായില്ലെങ്കിൽ അതിന് കാലം മറുപടി പറയുമെന്ന് RJD സംസ്ഥാന സെക്രട്ടറി മനയത്ത് ചന്ദ്രൻ. LDF പാർട്ടിയെ അവഗണിക്കുകയാണെന്നും മനയത്ത് ചന്ദ്രൻ. ഏരിയം പുഴയ്ക്ക് കുറുകെ 3 തടയണകൾ നിർമ്മിച്ച് തെന്നം സൗഹൃദ ജനകീയ കൂട്ടായ്മ. തടയണകൾ 15 മീറ്ററോളം ഉയരമുള്ളവ. തടയണകൾ നിർമ്മിച്ചത് പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരം പയ്യന്നൂരിൽ പൂർണ്ണം. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ കടകൾ തുറന്നു പ്രവർത്തിച്ചു. കാങ്കോൽ, മാത്തിൽ എന്നിവിടങ്ങളിൽ സമരം ജനങ്ങളെ ബാധിച്ചില്ല. വ്യാപാര മേഖലയിൽ സർക്കാർ നടപ്പിലാക്കുന്ന നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ എന്നിവയെല്ലാം കാരണം വ്യാപാര മേഖല പ്രതിസന്ധിയിലാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കടയടപ്പ് സമരം നടത്തിയത്. വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. ഇതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും തുടർന്ന് മുഖ്യമന്ത്രിക്ക് ഭീമൻ നിവേദനവും നൽകി. കടയടപ്പ് സമരം പയ്യന്നൂർ ടൗണിൽ ഏതാണ്ട് പൂർണ്ണമായിരുന്നു. ഹോട്ടൽ, പച്ചക്കറിക്കടകൾ, വസ്ത്രാലയങ്ങൾ എന്നിവയും കടയടപ്പിൽ പങ്കാളികളായി. രാവിലെ 6-ന് ആരംഭിച്ച് വൈകുന്നേരം 6 മണി വരെയായിരുന്നു സമരം. എന്നാൽ ഏകോപന സമിതിയിലെ തന്നെ ഒരു വിഭാഗം കടയടപ്പിൽ പങ്കാളികളായില്ല. അതേസമയം ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണ നിലയിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. കാങ്കോൽ, മാത്തിൽ എന്നിവിടങ്ങളിലെല്ലാം കടകൾ പൂർണ്ണമായും തുറന്നു പ്രവർത്തിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 2024-25 ബജറ്റ്. 53,55,600 രൂപ നീക്കിയിരിപ്പ് വരുന്ന മിച്ച ബജറ്റ് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ അവതരിപ്പിച്ചു. ഉൽപാദന സേവന പശ്ചാത്തല മേഖലകൾക്ക് തുല്യ പ്രാധാന്യം നൽകുന്ന ബജറ്റാണ് കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ അവതരിപ്പിച്ചത്. വരുമാനം വർദ്ധിപ്പിക്കുക, പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള പുഴപുറമ്പോക്ക്, മറ്റു സ്ഥലങ്ങൾ മുതലായവ സർക്കാരിൻ്റെ വിവിധ ടൂറിസം പദ്ധതികളുമായിട്ട് യോജിപ്പിച്ച് തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നിവയും പരിഗണനയിൽ നിലവിലുണ്ട്. ബഡ്ജറ്റ് നിയന്ത്രണം കാര്യക്ഷമമായി സാമ്പത്തികമായ നില മെച്ചപ്പെടുത്തുവാൻ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. ഉൽപാദന മേഖലയ്ക്ക് 1,55 ലക്ഷം രൂപയും സേവന മേഖലയ്ക്ക് 3 കോടിയിലധികം രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 2 കോടിയിലധികം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. കറവപ്പശു വളർത്തലിന് 8,40,000 രൂപയും ക്ഷീരസംഘത്തിൽ പാലളക്കുന്ന കർഷകർക്ക് 26 ലക്ഷം രൂപയും അനുവദിച്ചു. പട്ടികജാതി വികസനത്തിന് 68 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കരിവള്ളൂർ പെരുമ, പുത്തൂർ വഴുതിന ഹാപ്പിനെസ് പാർക്ക്, വിദ്യാലയങ്ങളിൽ വായനാ കോർണർ, കണ്ണൂർ ഫൈറ്റ് ക്യാൻസർ, വൃക്കരോഗികൾക്ക് മരുന്ന് നൽകൽ തുടങ്ങിയ പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് വസ്തുനികുതി, തൊഴിൽ നികുതി, ലൈസൻസ് ഫീസ്, മറ്റ് ഫീസുകൾ എന്നിവ 100% പിരിച്ചെടുക്കുന്ന സുവർണ നേട്ടത്തിനരികിലാണ് പഞ്ചായത്ത്. ഇതിൽ തന്നെ വസ്തുനികുതി പിരിവിൽ സംസ്ഥാനത്ത് ആദ്യ 5 സ്ഥാനങ്ങളിൽ ഉൾപ്പെട്ട പഞ്ചായത്താകുവാനും കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു.
19 കോടി 50 ലക്ഷം രൂപയുടെ വരവും 18 കോടി 97 ലക്ഷം രൂപയുടെ ചെലവും 53 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷയായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഉൽപാദന മേഖലയ്ക്കും സേവന മേഖലയ്ക്കും ഊന്നൽ നൽകി ഏഴോം ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക ബജറ്റ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KN ഗീത ബജറ്റ് അവതരിപ്പിച്ചു. 30 കോടി 59 ലക്ഷത്തി 58,256 രൂപ വരവും 30 കോടി 24 ലക്ഷത്തി 796 രൂപ ചെലവും 35 ലക്ഷത്തി 33,459 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് KN ഗീത അവതരിപ്പിച്ചത്. 2024-25 സാമ്പത്തിക വർഷം കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ പ്രാദേശിക വികസനവും സാമൂഹ്യനീതിയും ഉറപ്പാക്കുന്നതിനും കുടിവെള്ളം, ആരോഗ്യം, വനിതാ ശിശുക്ഷേമം, വൃദ്ധർ, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, അതിദരിദ്രർ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ക്ഷേമം, SC ക്ഷേമം, ഗതാഗതം, വൈദ്യുതി എന്നീ മേഖലകൾക്ക് മുന്തിയ പരിഗണന നൽകുന്നതുമായ വികസന കാഴ്ചപ്പാടോടുകൂടി പദ്ധതികൾക്ക് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. സേവന സംവിധാനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മാലിന്യ സംസ്കരണത്തിനും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഈ വർഷം ആരോഗ്യ സൗഹൃദ ഗ്രാമം എന്ന ആശയത്തിന് മുൻഗണന നൽകിയിട്ടുണ്ട്. ഇതുപ്രകാരം ഏഴോം ഗ്രാമപഞ്ചായത്ത് ഹാപ്പിനെസ് പാർക്ക് എന്ന പദ്ധതി രൂപീകരിച്ച് ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ, കല്യാശ്ശേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് D വിമല, DN പ്രമോദ്, KP അനിൽകുമാർ, K ചന്ദ്രൻ, ഡോക്ടർ ശാരിക, ഉദയകുമാരി, ദിവ്യ, പ്രീത, NK ചന്ദ്രൻ, M ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും കമ്മിറ്റികളും സജീവ പ്രവർത്തകരുമുള്ള RJDയെ ഇനിയും തിരിച്ചറിയാൻ കേരളത്തിലെ ഇടതുപക്ഷ നേതൃത്വം തയ്യാറായില്ലെങ്കിൽ അതിന് കാലം മറുപടി പറയുമെന്ന് RJD സംസ്ഥാന സെക്രട്ടറി മനയത്ത് ചന്ദ്രൻ. തൃക്കരിപ്പൂരിൽ RJD മണ്ഡലം കൺവെൻഷനും തുടർന്ന് ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RJDയെ അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന നിലപാടാണ് CPM നേതൃത്വവും ഇടതുപക്ഷ പ്രസ്ഥാനവും സ്വീകരിച്ചു വരുന്നതെന്നും 1-2 ജില്ലകളിലെ ചില പഞ്ചായത്തുകൾ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില ഘടക കക്ഷികൾക്ക് അർഹിക്കുന്ന സ്ഥാനം നൽകാൻ മടിയില്ലാത്ത LDF നേതൃത്വത്തിന്റെ RJDയോടുള്ള സമീപനം പ്രതിഷേധാർഹമാണെന്നും മനയത്ത് ചന്ദ്രൻ പറഞ്ഞു. ഇന്നലെ ചേർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ പ്രസ്ഥാനത്തെ അവഗണിക്കുകയും ഒരു പരിധിവരെ അപമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രബുദ്ധരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരോടും പ്രവർത്തകന്മാരോടും അതുപോലത്തെ രാജ്യത്തിലെ ഞങ്ങളെ പ്രസംഗം ശ്രമിക്കുന്ന, ഞങ്ങളെ കാണുന്ന എല്ലാ കാലത്തും ഞങ്ങൾക്ക് കരുതലും കാവലായി നിന്ന് ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും CPMന്റെയും നടപടി പ്രതിഷേധാർഹമാണ്. മണ്ഡലം പ്രസിഡന്റ് PV തമ്പാൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, മഹിളാ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ, ജില്ലാ സെക്രട്ടറി EV ഗണേശൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മനു, മഹിളാ ജനതാദൾ ജില്ലാ സെക്രട്ടറി T അജിത, സംസ്ഥാന കമ്മിറ്റി അംഗം TV ഷീജ, പഞ്ചായത്ത് സെക്രട്ടറി VK ചന്ദ്രൻ, HMS ജില്ലാ സെക്രട്ടറി K രവീന്ദ്രൻ, E ബാലകൃഷ്ണൻ, VV വിജയൻ, C ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുയോഗത്തിന് മുന്നോടിയായി തൃക്കരിപ്പൂർ ടൗൺ കേന്ദ്രീകരിച്ച് പ്രകടനം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ പ്രദേശത്തെ 100 കണക്കിന് ജനങ്ങൾക്ക് കുടിക്കുവാനും കുളിക്കുവാനും ഉപയോഗപ്പെടുന്ന ഏരിയം പുഴയ്ക്ക് 3 തടയണകൾ നിർമ്മിച്ച് തെന്നം സൗഹൃദം ജനകീയ കൂട്ടായ്മ 15 മീറ്ററോളം നീളത്തിൽ തടയണ കെട്ടിയാണ് വെള്ളം സംഭരിച്ചിരിക്കുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലെ ഏരിയം തെന്നം പ്രദേശത്തെ 100 കണക്കിന് ജനങ്ങൾക്ക് കുളിക്കുവാനും കുടിക്കുവാനും ഉപയോഗപ്പെടുന്ന ഏരിയം പുഴയ്ക്ക് 3 തടയണകളാണ് തെന്നം സൗഹൃദ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. 500-ൽ പരം ചണച്ചാക്കുകൾ കൊണ്ട് പുഴയിലെ ചരലുകളും മണലും നിറച്ച് 15 മീറ്ററോളം നീളത്തിൽ തടയണ കെട്ടിയാണ് വെള്ളം സംഭരിച്ചിരിക്കുന്നത്. ഇതോടെ ഈ പ്രദേശത്തെ നിരവധി വീടുകളിലെ കിണറുകളിൽ വെള്ളം വർദ്ധിക്കുന്നതിനും
കൃഷിയിടങ്ങളിൽ വെള്ളം പമ്പ് ചെയ്യുന്നതിനും ഏറെ ഉപകാരപ്രദമാണ് ഈ തടയണ. നിരവധി ആളുകൾ കൃഷിക്കും അതുപോലെ തന്നെ കുടിവെള്ള ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പുഴയാണ് ഈ പുഴ. ഇവിടെ തെന്നം ജനകീയ സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഈ പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ പ്രകൃതി സൗഹൃദമായി വളരെ മനോഹരമായ ഒരു തടയണ നിർമ്മിക്കുന്നതാണ്. ഇന്ന് രാവിലെ ഇത് ജനകീയമായി ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ ആളുകൾ, സ്ത്രീകളും കുട്ടികളും ആബാലവൃദ്ധം ജനങ്ങളും ഒരുമിച്ചുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായി, ശ്രമദാനത്തിന്റെ ഭാഗമായാണ് ഈ തടയണ നിർമ്മിക്കുന്നത്. വാർഡ് മെമ്പർ ജംഷീർ ആലക്കാട്, IR രാജേഷ്, TP അൻഷാദ്, ബെൻസി ജോസഫ്, നിഷാദ് മാസ്റ്റർ, മധു IR, മുസ്തഫ ഹാജി, PC നബീസ, IR ഗീത തുടങ്ങിയവർ നേതൃത്വം നൽകി. കുഞ്ഞിമംഗലത്ത് വീട് കുത്തി തുറന്ന മോഷണം. ഡയമണ്ട് പതിച്ച വളയും പണവും കവർന്നു. കുഞ്ഞിമംഗലം താമരംകുളങ്ങരയിലെ PP ജയകുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കുഞ്ഞിമംഗലം താമരകുളങ്ങരയിലെ PP ജയകുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മുൻവശത്തെ വാതിൽ തകർത്ത് അകത്ത് കയറി അകത്തെ മുറിയിലെ അലമാരിയിൽ സൂക്ഷിച്ച 4000 രൂപയും ഡയമണ്ട് പതിപ്പിച്ച വളയുമാണ് കവർന്നത്. ഞായറാഴ്ച രാത്രി ജയകുമാറും കുടുംബവും കൂത്തുപറമ്പിൽ പോയിരുന്നു. തിങ്കളാഴ്ച രാവിലെ സമീപത്തുള്ള സഹോദരൻ വന്ന് നോക്കിയപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകളുടെ സാഹിത്യ കളരി കാനായി യമുനാ തീരത്ത് തുടക്കമായി. സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വനിതകളുടെ സാഹിത്യ കളരി എഴുത്തോളം സംഘടിപ്പിക്കുന്നത്. കാനായി യമുനാ തീരത്ത് 2 ദിവസങ്ങളിലായാണ് പരിപാടി നടക്കുന്നത്. 100 വനിതകളാണ് സാഹിത്യ കളരിയിൽ പങ്കാളികളാകുന്നത്. എഴുതിയത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അത് പ്രൂഫ് നോക്കി മറ്റേ കറക്റ്റ് ചെയ്ത് പബ്ലിഷേഴ്സിനെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്കിപ്പോൾ നമ്മളെ മനസ്സിലുള്ളത് ഓൺ ദി സ്പോട്ടിൽ എഴുതിയിട്ട് ഇപ്പോൾ തന്നെ FBയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ പ്രതികരണങ്ങൾ ലഭിക്കുന്ന കാലത്ത് നമ്മൾ മറ്റാരെയും നോക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക വേണം. പക്ഷെ എന്തെല്ലാം പറഞ്ഞാലും ഉണ്ടല്ലോ, നമ്മൾ ജില്ലയിലെ എല്ലാ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ നിന്നുമുള്ള സാഹിത്യരചനയിലും വായനയിലും ആസ്വാദനത്തിലും താൽപ്പര്യമുള്ള 18-നും 55 വയസ്സിനും ഇടയിലുള്ള വനിതകളാണ് എഴുത്തോളത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യ ദിവസം വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ PK ഭാഗ്യലക്ഷ്മി, നാരായണൻ കാവുമ്പായി, MK മനോഹരൻ, ഡോക്ടർ V ഷൈമ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ഫിഷറീസ് കോളേജ് വാർഷികത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനം നടത്തി. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് പ്രവർത്തനം നടത്തിയത്. പയ്യന്നൂർ ഫിഷറീസ് കോളേജ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. അധ്യാപകരും വിദ്യാർത്ഥികളും അനധ്യാപകരും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. കോളേജ് NSS യൂണിറ്റ് നേതൃത്വം നൽകി. മലബാർ ഭാഗത്ത് ആദ്യമായിട്ടുള്ള ഫിഷറീസ് കോളേജാണ്. ഇതിവിടെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പം 1 year ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കോളേജ് ഡേയുടെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് NSSകാരും അതുപോലെ തന്നെ കോളേജിലുള്ള ബാക്കി കുട്ടികളും കൂടി ചേർന്നിട്ടാണ് ഇന്ന് ഇവിടെ ഒരു ക്യാമ്പസ് ക്ലീനിങ് പരിപാടി നടത്തുന്നത്. അപ്പം പാഠ്യപുസ്തകങ്ങൾ മാത്രമല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുകയും അതുവഴി സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് കൂട്ടാനും കൂടിയാണ് ഞങ്ങളിപ്പോൾ ഇന്നിവിടെ ഇങ്ങനൊരു പരിപാടി പ്ലാൻ ചെയ്തത്. NSS സ്റ്റാഫ് കോർഡിനേറ്റർ VS നന്ദന, ഡോക്ടർ S അരുൺ, ഡോക്ടർ P ഡോണ, ഡോക്ടർ ചിത്ര സോമൻ, ആശാ ഗോപൻ, TK ദിലീപ്, അശ്വിനി ഗോപി എന്നിവർ സംസാരിച്ചു. ഈ മാസം 17-നാണ് കോളേജിന്റെ വാർഷികാഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ടെക് ബൈ ഹെഡിന്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ സുരക്ഷയുടെ അനിവാര്യത കേരളത്തെ ബോധ്യപ്പെടുത്തുന്നതിനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന കേരള ഹാക്ക് റൺ എന്ന യാത്രയ്ക്ക് പയ്യന്നൂർ കോളേജിൽ സ്വീകരണം നൽകി. മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിവരസാങ്കേതിക ലോകം അതിവേഗം മുന്നോട്ട് പായുമ്പോൾ തന്നെ സൈബർ സുരക്ഷ ഉറപ്പാക്കേണ്ട കാലം കൂടിയാണിത്. സൈബർ സുരക്ഷയിലും എത്തിക്കൽ ഹാക്കിങ്ങിലും ഇന്ത്യയിലെ തന്നെ അധികായരായ ടെക് ബൈ ഹാർട്ടിന്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ സുരക്ഷയുടെ അനിവാര്യത കേരളത്തെ ബോധ്യപ്പെടുത്തുന്നതിനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള ഹാക്ക് റൺ എന്ന പേരിൽ യാത്ര സംഘടിപ്പിക്കുകയാണ്. ഫെബ്രുവരി 12-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര മുഴുവൻ ജില്ലകളിലൂടെയും സഞ്ചരിച്ച് മാർച്ച് 7-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വിവിധ വേദികളിലായി സൈബർ സെക്യൂരിറ്റി വർക്ക്ഷോപ്പുകളും വിദഗ്ധർ നയിക്കുന്ന ചർച്ചാ സെഷനുകളും തത്സമയ പ്രദർശനങ്ങളും ചോദ്യോത്തരവേളകളും യാത്രയുടെ ഭാഗമായി ഒരുക്കും. ജോസഫ് സ്നോഡനിലൂടെയാണ് അമേരിക്കയിലെ അവരുടെ ആ
സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായിരുന്നു ഈ ജോസഫ് സ്നോഡൻ. അദ്ദേഹമാണ് CIA-യുടെയും അമേരിക്കൻ മിലിറ്ററിയുടെയും ഒക്കെ അതീവ രഹസ്യ സ്വഭാവമുള്ള പല കാര്യങ്ങളും പുറത്തോട്ട് വന്നു. അങ്ങനെ അമേരിക്ക അദ്ദേഹത്തെ പീഡിതയായി പ്രഖ്യാപിച്ചു. ആ കാര്യങ്ങൾക്ക് നിങ്ങൾക്കറിയാം. കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും സൈബർ സുരക്ഷ സംബന്ധിച്ച ബോധവൽക്കരണം ഉറപ്പാക്കുകയും ഏറ്റവും അനിവാര്യമായ വിവരസാങ്കേതിക സുരക്ഷാ പരിജ്ഞാനം ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം. ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂർ കോളേജിൽ മുൻ MLA-യും കോളേജ് അലുമിനി അസോസിയേഷൻ പ്രസിഡന്റുമായ TV രാജേഷ് നിർവഹിച്ചു. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്തോഷ് മാസ്റ്റർ അധ്യക്ഷനായി. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുജിത്ത് സംസാരിച്ചു. ടെക് ബൈ ഹാർട്ട് ഡയറക്ടറും ചെയർമാനുമായ ശ്രീനാഥ് ഗോപിനാഥ് കേരള ഹാക്ക് റണ്ണിനെ കുറിച്ച് വിശദീകരിച്ചു. ഷക്കീൽ അഹമ്മദ്, V മിഥുൻ, P രോഹിത്, ആസാദ് എന്നിവർ വിവിധ സെഷനുകൾ കൈകാര്യം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകത്തിൽ നീണ്ട 28 വർഷങ്ങൾക്കു ശേഷം ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 15 മുതൽ മാർച്ച് 3 വരെ കാപ്പാട് ഫെസ്റ്റ് എന്ന പേരിൽ നടത്തുന്ന ഇന്റർനാഷണൽ എക്സിബിഷന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈവിധ്യമാർന്ന ഫല പുഷ്പ പ്രദർശനമേള കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന റോബോട്ടിക് ബേർഡ് ഷോ, ആകാശക്കാഴ്ചകൾ അനുഭവമാക്കുന്ന വിവിധതരം റൈഡുകൾ, രുചിവൈവിധ്യങ്ങളുടെ കലവറയായ ഫുഡ് കോർട്ടുകൾ, വിവിധ കരകൗശല ഉൽപ്പന്നങ്ങളുടെ വിപണന സ്റ്റാളുകൾ, കാർഷിക നഴ്സറി തുടങ്ങിയവ എക്സിബിഷന്റെ ഭാഗമായി ഒരുങ്ങിക്കഴിഞ്ഞു. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ പവലിയനുകളും സ്വകാര്യ സംരംഭകരുടെ വിപണന സ്റ്റാളുകളും ഫെസ്റ്റിന്റെ ഭാഗമായി ഉണ്ടാകും. പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങളുമായി വ്യവസായ വകുപ്പും കൈത്തറി ഉൽപ്പന്നങ്ങളുടെ സ്റ്റാൾ, പയ്യന്നൂർ MRCD സ്കൂൾ വിദ്യാർത്ഥികളുടെ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാൾ എന്നിവയ്ക്ക് പുറമെ കുട്ടികൾക്ക് ആടാനും പാടാനുമുള്ള സൗകര്യങ്ങളും പ്രിയപ്പെട്ടവരോടൊപ്പം ആഹ്ലാദം പങ്കിടാനുള്ള സെൽഫി കോർണറുകളും ലൈറ്റ് ആൻഡ് മ്യൂസിക് ഫൗണ്ടേഷൻ ഷോയും കാപ്പാട്ട് ഫെസ്റ്റിന്റെ പ്രത്യേകതകളാണ്. ഫെബ്രുവരി 15 മുതൽ 25 വരെ വൈകുന്നേരം 4 മുതലും 26 മുതൽ മാർച്ച് 3 വരെ രാവിലെ 11 മണി മുതലുമാണ് പ്രദർശനം നടക്കുകയെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KV ജതീന്ദ്രൻ, KV മോഹനൻ, KV രാധാകൃഷ്ണൻ, AV ഭാർഗവൻ, V നന്ദകുമാർ, കണ്ണോത്ത് ജനാർദ്ദനൻ, VV രമേശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് 2021-22, 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലക്കാട് PHCയിൽ നിർമ്മാണം പൂർത്തീകരിച്ച മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് 2021-22, 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ആലക്കാട് PHC മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനം തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM കൃഷ്ണൻ നിർവഹിച്ചു. പല സ്ഥലങ്ങളിലും, ചില സ്ഥലങ്ങളിൽ ഡോക്ടർമാരും അവരുടെയുള്ള സ്റ്റാഫും എല്ലാം അവരെ ജനകീയത കൊണ്ട് കുറച്ചും കൂടെ അധിക സമയം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും. പൊതുവിൽ അവർക്ക് നിശ്ചയിച്ച ടൈം എന്ന് പറയുന്നത് അങ്ങനെയാണ്. എന്നാൽ അങ്ങനെയല്ല. PHCകളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കിയിട്ട് മാറ്റുക, PHC FHC ആക്കിയിട്ട് മാറ്റുക. 100 കണക്കിന് FHCകൾ കേരളത്തിൽ വന്നു. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ മോഹനോട് ചോദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MP അനീഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K മോഹനൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ N കാർത്യായനി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി T ഷിബു കരുൺ, പഞ്ചായത്ത് മെമ്പർ സംസീറ അലി, K കുഞ്ഞിരാമൻ, PP നാരായണൻ, PK ആലിക്കുഞ്ഞി ഹാജി, P നാരായണൻ, കുത്തൂർ കൃഷ്ണൻ, CA അജയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഏഴോം പഞ്ചായത്ത് സ്നേഹാരാമം പദ്ധതിക്ക് തുടക്കമായി. GVHS മാടായിൽ നടന്ന പരിപാടി ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മാടായി GVHSൽ നടന്ന സ്നേഹാരാമം പദ്ധതിയുടെ ഉദ്ഘാടനം ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ നിർവഹിച്ചു. PK വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. U സജിത് കുമാർ, ജസീർ അഹമ്മദ്, M ചന്ദ്രശേഖരൻ, PP പ്രിയ, ബാലമുരളീകൃഷ്ണൻ, PV പാർവതി തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. രാജ്യരക്ഷയ്ക്കായി ജീവിതം സമർപ്പിച്ച വിമുക്ത ഭടന്മാർക്ക് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹാദരം. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ആദര സമ്മേളനം മുൻ പ്രസിഡന്റ് PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു.
ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം രാജ്യസേവനത്തിനായി മാറ്റിവെച്ച വിമുക്ത ഭടന്മാരെ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ആദര സമ്മേളനം മുൻ പ്രസിഡന്റ് PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആര് കടന്നു ശ്രമിക്കാൻ ശ്രമിച്ചാലും അതിനെല്ലാം പ്രതിരോധിക്കുന്നതിന് വേണ്ടി മഹനീയമായ സേവനമാണ് നമ്മുടെ രാജ്യരക്ഷാ സേന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തരം നമുക്ക് സേനയെ 3 നേരത്തിലായി പ്രത്യേകം നയിച്ചു പോകണം എന്ന് തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K മോഹനൻ, ജംഷീർ ആലക്കാട്, TV ചന്ദ്രൻ, K കുഞ്ഞിരാമൻ, B അബ്ദുള്ള, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VA കോമളവല്ലി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി T ഷിബു കരുൺ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ ഹരിതം ചെറുതാഴം പദ്ധതിയുടെ ഭാഗമായി കോക്കാട് പാണവയൽ പാടശേഖരത്തിലെ 2ാം വിള നെൽകൃഷി വിളവെടുപ്പ് നടത്തി. ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ ഹരിതം ചെറുതാഴം പദ്ധതിയുടെ ഭാഗമായി കോക്കാട് പാണവയൽ പാടശേഖരത്തിലെ 2ാം വിള നെൽകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ നിർവഹിച്ചു. പ്രധാന കർഷകനായ കക്കീൽ ദാമോദരന്റെ 4 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത വിവിധയിനം നെൽകൃഷിയാണ് വിളവെടുത്തത്. പൗർണമി, മഹാമായ, ജ്യോതി, നവര, ഉമ എന്നീ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MD സബിത അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K രാമചന്ദ്രൻ, U രാധ, കൃഷിഭവൻ ജീവനക്കാരായ സ്മിത, ഷൈമ കക്കീൽ, ദാമോദരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ NSS ക്യാമ്പിന്റെ ഭാഗമായി ചീറ്റയിലെ എലഗണ്ട് കമ്പനി സന്ദർശിച്ചു. കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മാനേജ്മെന്റ് കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. NSS ക്യാമ്പിന്റെ ഭാഗമായാണ് കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ ചീറ്റയിലെ എലഗന്റ് കമ്പനി സന്ദർശിച്ചത്. കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ടവർ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ഉച്ചകഴിഞ്ഞ് കമ്പനിയിലെത്തിയ വിദ്യാർത്ഥികൾ 2 മണിക്കൂറോളം കമ്പനിയിൽ ചെലവഴിച്ചതിന് ശേഷമാണ് മടങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കരിവെള്ളൂർ കുണിയൻ ശ്രീ പുഴക്കര പെരുമുടിക്കാവ് ഭഗവതിക്കാവ് ക്ഷേത്രത്തിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്ന കളിയാട്ടം സമാപിച്ചു. കരിവെള്ളൂർ കുണിയൻ ശ്രീ പുഴക്കര പെരുമുടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്ന കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് കന്നിക്കൊരു മകൻ, വാഴുന്നോർ, വേട്ടയ്ക്കൊരു മകൻ, ഊർപ്പഴശ്ശി, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. ചമ്മങ്ങാട് ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും പന്നിച്ചൂട്ടിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് കലശം എഴുന്നള്ളിച്ചു. സമാപന ദിവസം മടയിൽ ചാമുണ്ടി അരങ്ങിലെത്തി. 2 മണിയോടെ പെരുമുടിക്കാവ് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. തുടർന്ന് അന്നദാനവുമുണ്ടായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരം പയ്യന്നൂരിൽ പൂർണ്ണം. ഹോട്ടലും വസ്ത്രാലയങ്ങളും തുറന്നില്ല. ഗ്രാമപ്രദേശങ്ങളിൽ സമരം ഭാഗികം. പലയിടങ്ങളിലും കടകൾ തുറന്നു പ്രവർത്തിച്ചു. വയോജനങ്ങളെ ചേർത്തുപിടിച്ച് കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ ബജറ്റിൽ പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം. ഉൽപാദന മേഖലയ്ക്കും സേവന മേഖലയ്ക്കും ഊന്നൽ നൽകി 7ാം ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. RJDയെ ഇനിയും തിരിച്ചറിയാൻ കേരളത്തിലെ ഇടതുപക്ഷ നേതൃത്വം തയ്യാറായില്ലെങ്കിൽ അതിന് കാലം മറുപടി പറയുമെന്ന് RJD സംസ്ഥാന സെക്രട്ടറി മനയത്ത് ചന്ദ്രൻ. LDF പാർട്ടിയെ അവഗണിക്കുകയാണെന്നും മനയത്ത് ചന്ദ്രൻ. ഏരിയം പുഴയ്ക്ക് കുറുകെ 3 തടയണകൾ നിർമ്മിച്ച് തെന്നം സൗഹൃദ ജനകീയ കൂട്ടായ്മ. തടയണകൾ 15 മീറ്ററോളം ഉയരമുള്ളവ. തടയണകൾ നിർമ്മിച്ചത് പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.